നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പറ്റിയിട്ട്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ്. രണ്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ്. അതിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യാനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് ചോദിച്ചാൽ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട്, അതായത് പർച്ചേസുകൾ, സെയിൽസ്, ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ വിറ്റ് കിട്ടുന്ന കാശ്, ട്രേഡിങ്ങിലൂടെ കിട്ടുന്ന കാശാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് മറ്റ് എക്സ്പെൻസുകൾ, ഇപ്പം നമുക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടാം, കമ്മീഷൻ കിട്ടാം, അതെല്ലാം കൂട്ടി മറ്റ് എക്സ്പെൻസുകൾ, ഓഫീസ് എക്സ്പെൻസുകൾ, സാലറി കൊടുക്കുന്ന എക്സ്പെൻസുകൾ, ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രധാനമായിട്ടും വരുന്ന ഐറ്റംസ് ആണ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, റിട്ടേൺസ്, വേജസ്, ക്യാരി ഇൻവേർഡ്സ്, സെയിൽസ് റിട്ടേൺ, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതിന്റെ കൂടെ തന്നെ വേജസിന്റെ കൂടെ തന്നെ വേജസ് ഔട്ട്സ്റ്റാൻഡിങ്ങും വരാം. അതും കൂടെ ആഡ് ചെയ്തേക്കാം നമുക്ക്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പർച്ചേസും പർച്ചേസ് റിട്ടേൺസിനെയും കൂടെ ക്ലബ്ബ് ചെയ്ത് നെറ്റ് പർച്ചേസ് ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാറ്. അത് നമുക്ക് ഒന്നിച്ച് മാർക്ക് ചെയ്തേക്കാം. അതുപോലെ സെയിൽസും സെയിൽസ് റിട്ടേണിനെ അങ്ങനെ ചെയ്യാറുണ്ട്. വേജസും വേജസ് ഔട്ട്സ്റ്റാൻഡിങ്ങിനെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. വേജസിന്റെ കൂടെ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺസ് കുറച്ച് നെറ്റ് പർച്ചേസും, സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ച് നെറ്റ് സെയിൽസുമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കുമാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസ് തന്നിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നതെങ്കിൽ അതിൽ ട്രയൽ ബാലൻസിലുള്ളത് ഓപ്പണിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെ നോട്ടായിട്ട് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കും തരാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തത്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇപ്പോൾ നമ്മുടെ എക്സ്പെൻസ് ആണോ റവന്യൂ ആണോ കൂടുതലെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിനകത്ത് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഡിറ്റർമൈൻ ചെയ്യും. ആ ഗ്രോസ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഈ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, അങ്ങനെയുള്ള അസറ്റ്സ്, ലയബിലിറ്റീസ് ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ കൊണ്ടുപോകില്ല. അതായത് ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അതൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ പറയുന്ന ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ നമ്മളിത് കൊണ്ടുപോകില്ല. അതെല്ലാം തന്നെ ബാലൻസ് ഷീറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അസറ്റ്സും ലയബിലിറ്റീസും ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, ഒരു കമ്പനിയുടെ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. അതുകൂടാതെ ഐറ്റംസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ട്രയൽ ബാലൻസിൽ. പോരാത്തതിന് ലാസ്റ്റ് ആയിട്ട് നോട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓൺ 31 March 2025 എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കാണ് തന്നിരിക്കുന്നത്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് വേജസും തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസ് കൂടാതെ എന്തെങ്കിലും അഡീഷണൽ നോട്ട്സ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാൻ മറന്നു പോകരുത്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. ആ ടേബിളിന് ഒരു ടൈറ്റിൽ വേണം. ആ ടൈറ്റിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ബീറ്റ ഏജൻസീസ് ആസ് ഓൺ 31 March 2025. ഇതിന് മാർക്കുള്ളതാണ്. അപ്പം നിങ്ങൾ അതിന് ടൈറ്റിൽ കൊടുക്കാൻ മറക്കരുത്. പിന്നെ വരുന്നത് അതിൻ്റെ പർട്ടിക്കുലേഴ്സും എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. കാരണം നമുക്ക് ഡെബിറ്റും എഴുതണം, ക്രെഡിറ്റും എഴുതണം. അതുകൊണ്ട് രണ്ട് സൈഡിലും പർട്ടിക്കുലേഴ്സ് എമൗണ്ട് മാർക്ക് ചെയ്യുക. എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നായിരിക്കും. ഡെബിറ്റ് സൈഡ്, അതായത് ലെഫ്റ്റിലുള്ളതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, എമൗണ്ട് എത്ര, അത് അവിടെ തന്നിട്ടുണ്ട്, 13,000. ഓക്കെ, ഇവിടെ നിന്നാണ് ഞാൻ മാർക്ക് ചെയ്തത്. ഇനി അടുത്തത് പർച്ചേസ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം പർച്ചേസ്, ടു പർച്ചേസസ്. എത്രയാണ് എമൗണ്ട്? ടു പർച്ചേസസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 42,000 ആണ്. പക്ഷെ അത് കൂടാതെ പർച്ചേസ് റിട്ടേണും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെസ് പർച്ചേസ് റിട്ടേൺ. ഓക്കെ, എമൗണ്ട് എത്ര? 1,800. പർച്ചേസ് എന്ന് പറയുന്ന എമൗണ്ട് എത്ര? 42,000. അപ്പോൾ ഇത് ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരും? 40,200. സോ അതാണ് നമ്മുടെ നെറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കുള്ള സെയിൽസ് മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് നമുക്ക് എഴുതാം, ടു സെയിൽസ്. എത്ര സെയിൽസിന് എമൗണ്ട്? 68,000. എന്തുകൊണ്ട് ഞാൻ ഇന്ന കോളത്തിൽ എഴുതിയത് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ കോളത്തിന് എഴുതാൻ കാര്യം സെയിൽസ് റിട്ടേണും ഉണ്ട്. അപ്പം നമുക്ക് അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്താ? ലെസ് സെയിൽസ് റിട്ടേൺസ്. എത്ര എമൗണ്ട്? 2,400. അപ്പോൾ എത്ര എമൗണ്ട് വരും? 65,600. ഇനി നമുക്ക് എന്താ ഉള്ളത്? വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണോ വരുന്നത്? അതെ, വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ടു വേജസ് എത്ര എമൗണ്ട്? 2,200. എന്നാൽ വേറെ ഒന്നുമില്ല. അല്ല, സോറി, വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യണം? വേജസിന് ഔട്ട്സ്റ്റാൻഡിംഗ് അവിടെ ആഡ് വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ്. എത്ര എമൗണ്ട്?
ഔട്ട്സ്റ്റാൻഡിങ് എത്ര വരും എമൗണ്ട് എന്ന് പറയുന്നത് 300. സോ വേജസ് എന്ന് പറയുന്നത് 2200, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 300. സോ സം ചെയ്യുമ്പോൾ 2500. ഇനി കാരേജ് ഇൻവേർട്സ് ട്രേഡിംഗ് അക്കൗണ്ടിലാണോ? അത് കാരേജ് ഇൻവേർട്സ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. പക്ഷെ കാരേജ് ഔട്ട്വേർഡ്സോ അത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ മാത്രമേ വരുള്ളൂ എന്ന് മനസ്സിലാക്കുക. സോ 650. സാലറി, ഓഫീസ് എക്സ്പെൻസ്, ഡിസ്കൗണ്ട്, ഡ്രോയിങ്സ്, ഇൻഷുറൻസ്, കമ്മീഷൻസ് ഇതൊന്നും തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതല്ല. പിന്നെന്താ ഉള്ളത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ എഴുതാം? ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് എത്ര? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ 16,200. ഇവിടെ നമ്മൾ എഴുതുന്നത് 2 അല്ല, ഇവിടെ എഴുതേണ്ടത് ബൈ ആണ്. ബൈ സെയിൽസ്. ഓക്കെ, ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് 16,200. അപ്പോൾ ഇത്രയും മൺസ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എൻട്രീസ് എല്ലാം കഴിയും. ട്രേഡിംഗ് അക്കൗണ്ടിലേക്കുള്ള പ്രധാനമായിട്ടുള്ള എൻട്രീസ് എല്ലാം എഴുതി. എന്തൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസുമായി ബന്ധപ്പെട്ട പർച്ചേസ് റിട്ടേൺസ്, സെയിൽസുമായി ബന്ധപ്പെട്ട സെയിൽസ് റിട്ടേൺസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ്, കാരേജ് ഇൻവേർട്സ് ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു ലൈൻ വിട്ടതിന് ശേഷം നമുക്ക് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടിൻ്റെ ഫോറിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 81,800ഉം ഒരെണ്ണം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 56,350 ആണ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഏതാണോ അത് തന്നെ രണ്ട് സൈഡിലും എഴുതുക. എത്ര? 81,800. ഇവിടെ അത് തന്നെ എഴുതുക. ഈക്വൽ ടു ഈ വാല്യൂ തന്നെ എഴുതി. ഇനി നമുക്ക് എഴുതേണ്ടത് എവിടെ ഷോർട്ടേജ് ഉള്ളത്? ഇവിടെ കൂട്ടുമ്പോൾ 56 ഉള്ളൂ. അപ്പോൾ ഷോർട്ടേജ് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കുക. എന്താ? 81,800 മൈനസ് എന്തൊക്കെയാ? 13,000 മൈനസ് 14,000 മൈനസ് 2,500 മൈനസ് 650. സോ 25,450. ഇതെന്താണ് ഐറ്റം? നമുക്കുണ്ടായ എക്സ്പെൻസുകളെ കാട്ടിയും കൂടുതലായിരുന്നു നമ്മുടെ റവന്യൂ. എക്സ്പെൻസുകളെല്ലാം കൂടെ എത്രയേ ഉള്ളൂ? 56,000 ഉള്ളൂ. പക്ഷെ നമ്മുടെ റവന്യൂ എത്ര ഉണ്ട്? 81,000 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എമൗണ്ട് എഴുതി. ഇവിടെ നമ്മൾ 2 എഴുതാൻ വിട്ടുപോയി. അപ്പോൾ അത് നിങ്ങൾക്ക് സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ കംപ്ലീറ്റ് ചെയ്തു. സോ ഇതാണ് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. സെയിം കളർ. ഓക്കെ, സോ ക്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ക്രോസ് പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം? നോക്കിയേ, നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അഡീഷണൽ ആയിട്ട് കുറച്ച് കിട്ടിയ വരുമാനമാണ് ക്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വന്നിരിക്കുന്ന ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ അതിനെന്ത് ചെയ്യണം? അതിനെ നേരെ അങ്ങ് ക്രെഡിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. ബൈ ക്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ എത്ര വരും? 25,450. ഇനി മറ്റ് കോസ്റ്റുകളല്ല, അതായത് ലയബിലിറ്റീസും അസറ്റ്സും അല്ലാതെ വരുന്ന എല്ലാ കോസ്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തോട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അത് എന്തൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വരുന്നത്? ഒന്ന് നോക്കാം. സാലറീസ്. അപ്പം ടു സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നും പറയുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതിനെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് എഴുതാൻ. 1,300. പിന്നെ വരുന്നത് ഓഫീസ് എക്സ്പെൻസ്. അതൊരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി ഓഫീസ് എക്സ്പെൻസസ്. എമൗണ്ട് എത്ര? 900. അടുത്തതോ? ടു ഡിസ്കൗണ്ട്. ഓക്കെ, ഈ ഡിസ്കൗണ്ട് ഇവിടെ കൺഫ്യൂഷൻ വരാം. അത് റിസീവ്ഡ് ആണോ കൊടുത്തതാണോ? നമുക്ക് കിട്ടിയതാണോ അതോ നമ്മൾ കൊടുത്തതാണോ? പക്ഷേ ഈ ട്രയൽ ബാലൻസ് എന്ന സ്ഥിതിക്ക് ആ ഡൗട്ടിന്റെ ആവശ്യമില്ല. കാരണം എന്താ? ഡെബിറ്റ് സൈഡിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു എക്സ്പെൻസ് ആയിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കുക? ഇത് ഡിസ്കൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന എക്സ്പെൻസ് ആണ്. സോ അത് ഡെബിറ്റ് സൈഡിൽ എഴുതി. ടു അടുത്ത എന്താ? ഡ്രോയിങ്സ് എന്ന് പറയുന്ന ലയബിലിറ്റി അല്ലെങ്കിൽ ഒരു എയ്ഡ് കാറ്റഗറി വരുന്ന നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടതല്ല, അവിടെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ടു ഇൻഷുറൻസ്. അവിടെയും സെയിം ഡൗട്ട് വരാം. ഇൻഷുറൻസ് പ്രീമിയം ആണോ അല്ലെങ്കിൽ പെയ്ഡ് ആണോ എന്താന്നുള്ളത്. പക്ഷേ ഇൻഷുറൻസ് ഇവിടെ ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യാം? നമുക്ക് ഡെബിറ്റ് സൈഡിൽ തന്നെ മാർക്ക് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഇൻഷുറൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ യൂഷ്വലി അത് പ്രീമിയം ആണ് സ്പെസിഫൈ ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ഡെബിറ്റ് സൈഡിൽ തന്നെ മാർക്ക് ചെയ്ത് പോകാം. ഇനിയിപ്പോൾ ലിസ്റ്റ് ആയിട്ടാണ് തരുന്നതെങ്കിൽ, ട്രയൽ ബാലൻസിന് പകരം ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ് തരുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി അടുത്തത് കമ്മീഷൻ. കമ്മീഷൻ നോക്കിയേ, അത് ക്രെഡിറ്റ് സൈഡിലാണ് ട്രയൽ ബാലൻസ് കിടക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് കിട്ടിയത്, അതാണ് റവന്യൂ ആയിട്ട് അത് ക്രെഡിറ്റ് സൈഡിൽ പോയത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ബൈ കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ മതി. കമ്മീഷൻ എത്ര എമൗണ്ട്? 1,450. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ എൻട്രി കഴിഞ്ഞു. ഡ്രോയിങ്സും ക്യാപിറ്റലും ഒന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതേണ്ട കാര്യമില്ല. ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ട് വീണ്ടും ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ടോട്ടൽ വന്ന ഈ സൈഡിലാണ്, ക്രെഡിറ്റ് സൈഡിൽ. ദാറ്റ് ഈസ് 26,900. അതേ ടോട്ടൽ തന്നെ ഇവിടെ എഴുതുക, 26,900. ഇതിന് ഡിഫറൻസ് കണ്ടുപിടിക്കുക. എത്ര ഡിഫറൻസ്? ഡിഫറൻസ് എന്ന് പറയുന്നത് 26,900 മൈനസ് 1,300 മൈനസ് 900 മൈനസ് 500 മൈനസ് 700.
സോ 23,500. ഇതെന്താണ് സംഭവം? നമ്മളുടെ എക്സ്പെൻസുകൾ നമുക്ക് കിട്ടിയ വരുമാനത്തെ കാട്ടി, അതായത് ബോൾഡിന്റെ ആവശ്യമില്ല, നമുക്ക് കിട്ടിയ വരുമാനത്തെ കാട്ടി കുറവാണ്. സോ ദിസ് ഈസ് എ നെറ്റ് പ്രോഫിറ്റ്. സോ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 23,500. ഇതാണ് നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി 25,550, നെറ്റ് പ്രോഫിറ്റ് കിട്ടി 23,500 എന്ന് പറയുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത്രയും ആലോചിച്ചാൽ മതി. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന എൻട്രീസ്: ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്, സെയിൽസ് റിട്ടേൺ അഡ്ജസ്റ്റ്മെന്റ്, ക്ലോസിംഗ് സ്റ്റോക്ക്, വേജസ്, ക്യാരേജ് ഇൻവേർട്സ്. ഒരു കാരണവശാലും ക്യാരേജ് ഔട്ട്വേർഡ്സും സാലറീസും എന്ത് ചെയ്യാൻ പാടില്ല? ട്രേഡിംഗിന്റെ കാൽക്കുലേഷനിൽ, ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേഷനിൽ ഉൾപ്പെടുത്തരുത്. ഇതെല്ലാം വരുന്നത് എന്തിനാണ്? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റും. ഇനി ഇൻ കേസ് ഇപ്പൊ തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? ഗ്രോസ് ലോസ് വരാം. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നതെങ്കിൽ അതിനെന്ത് ചെയ്യുക? ഗ്രോസ് ലോസ് എന്ന് എഴുതുക. ക്രെഡിറ്റ് സൈഡിലാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കിടക്കുന്നത്. ഇപ്പൊ ഇവിടെയാണ് ഗ്രോസ് ലോസ് എന്ന് കിടക്കുന്നതെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് വേണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരാൻ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിന് മറ്റൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ, അതായത് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് തന്നിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. സെയിം തന്നെയാണ്, ജസ്റ്റ് ആ പ്രോസസ്സ് മാത്രമേ ഒന്ന് മാറുന്നുള്ളൂ. കാരണം നമുക്ക് ചില കൺഫ്യൂഷൻസ് വരാം ഈ ഇൻഷുറൻസ് കമ്മീഷൻസിലൊക്കെ. അതർവൈസ് എവറിത്തിങ് ഇസ് സെയിം ആസ് സച്ച്. ഓക്കെ, താങ്ക് യു.